ജനനായകൻ. നമസ്തേ. ഗോപു നന്ദിരത് ജിമാർട്ട് ജനനായകൻ brought you by ഗോപു നന്ദിരത് ജിമാർട്ട് and ICL FinCorp, powered by കല്യാൺ സിൽസ്, presented by ജോയ ലുക്കാസ്. ജനനായകനിലേക്ക് ലോകമെങ്ങുമുള്ള ജനം ടിവിയുടെ മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഇനി 2 പകലും രാത്രിയും മാത്രം ബാക്കി. ഇനി 5 വർഷം നാടിൻ്റെ നായകൻ ആകേണ്ടതാര്? സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും കിഫ്ബിയും പ്രളയ ഫണ്ട് തട്ടിപ്പും ഒടുവിൽ കിറ്റ് വിതരണവും ചർച്ചയായ പ്രചാരണ ദിനങ്ങൾ. ജനവിധിയെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ ഏതാകും? പിണറായി വിജയനോ ഉമ്മൻചാണ്ടിയോ ശ്രീധരനോ കേരളത്തിന്റെ ചോയ്സ്? നേമത്ത് 5 വർഷം മുമ്പ് വിരിഞ്ഞ താമര ഇക്കുറി കേരളമാകെയും വസന്തം പടർത്തുമോ? ഓൺലൈൻ പോൾ 3 ദിവസത്തേക്ക് കൂടി നിർത്തിവെച്ച് ജനനായകൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ്. ആരാകണം കേരളത്തിന്റെ ജനനായകൻ? ഓപ്പൺ ഫോറത്തിലേക്ക്. ഓപ്പൺ ഫോറത്തിൽ അഡ്വക്കേറ്റ് എസ് സുരേഷും ശ്രീ KM ഷാജഹാനുമാണ് ഇന്ന് എനിക്കൊപ്പം. രണ്ടുപേർക്കും സ്വാഗതം. ശ്രീ എസ് സുരേഷ്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കിൽ നിന്നാണ് അല്പസമയം ഇങ്ങോട്ട് ഓടി വന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് വിഷയങ്ങൾ പ്രചാരണത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അന്നം ഒരു പ്രധാന വിഷയമാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞുവെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നത് അവരുടെ ഒരു കണക്കുകൂട്ടൽ ഈ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത് പലയിടത്തും വോട്ടായി മാറിയിട്ടുണ്ട് എന്നാണ്. അത് അവരുടെ ഒരു കണക്കുകൂട്ടലാണ്. വാസ്തവത്തിൽ ഈ കിറ്റിന് പിറകിലെ രാഷ്ട്രീയം എന്താണ്? അല്ല, ഇതിലെ 2 കാര്യങ്ങളാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒന്ന്, കേരളത്തിൽ 60 വർഷം അധികാരത്തിലിരുന്ന LDFനും UDFനും ഇന്നും കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കണമെങ്കിൽ പാവപ്പെട്ടവന് കൊടുക്കുന്ന 1 കിലോ അതിൻ്റെ കിറ്റിൻ്റെ മുഴുവൻ കണക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. 1 കിലോ പഞ്ചസാര, 500 ഗ്രാം പയർ, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ബീൻസ് 500 ഗ്രാം, ഇങ്ങനെ പറഞ്ഞ ഒരു 14 ഐറ്റമാണ് ആ കിറ്റിനകത്ത് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കിറ്റിൻ്റെ അതിനകത്തുള്ള എണ്ണം കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ 9 ഐറ്റം ആക്കിയിട്ടുണ്ട്. ഇലക്ഷൻ പ്രമാണിച്ച് 14 കൊടുക്കാൻ പറ്റുന്നില്ല, 9 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉപ്പ്, വെളിച്ചെണ്ണ, വറ്റൽമുളക്, തേയിലപ്പൊടി, ഉഴുന്ന്, ഉലുവ, തുവരപ്പരിപ്പ്, പഞ്ചസാര, കറുത്ത കടല, ഇത്രയാണ്. ഇതിൽ ഈ കറുത്ത കടല, തുവരപ്പരിപ്പ്, ഉലുവ, ഉഴുന്ന് ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ത്യോദയ യോജനയുടെ ഭാഗമായി ഇവിടെ കിട്ടുന്നതാണ്. അതാണ് പിണറായി വിജയൻ കിറ്റിനകത്ത്. ആകെ കിറ്റ് പിണറായി വിജയൻ്റെതാണ്. അത് 2.5 രൂപ എന്താണ് അത് സഞ്ചിയുടെ വില. കിറ്റിൻ്റെ മാത്രം. അതെ, കിറ്റ് പിണറായി വിജയൻ്റെതാണെന്ന് പറയുന്നത് കളവല്ല. കിറ്റ് മാത്രമേ അങ്ങേരുടേതായിട്ടുള്ളൂ. കിറ്റിനകത്തുള്ളത് ബാക്കി മുഴുവൻ നരേന്ദ്രമോദിയുടേതാണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ത്യോദയ യോജനയുടെ ഭാഗമായി ഇവിടേക്ക് തരുന്ന സാധനങ്ങളാണ്. ഇതിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യത്തെ പോയിന്റ്, ഈ കിറ്റിലെ അരിയുടെയും കടലയുടെയും ഒക്കെ പേരിൽ വോട്ട് ചോദിക്കാൻ 60 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും തയ്യാറാകുന്നത് തന്നെ ഈ കേരളത്തിനെ അപമാനിക്കലാണ്. ഈ കേരളം സോമാലിയയിലെയോ ഉഗാണ്ടയിലെയോ ഈ ഒട്ടകത്തിൻ്റെ വിസർജ്യം കഴിക്കുന്ന കുട്ടിയുടെ ചിത്രം പലയിടത്തും കണ്ടിട്ടുണ്ട്. കാരണം പട്ടിണി കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് കഴിക്കുന്ന കുട്ടികളുടെ ചിത്രം. അങ്ങനെയുള്ളൊരു നാട്ടിലാണോ ഈ പിണറായി വിജയൻ വോട്ട് ചോദിക്കുന്നത്? ഈ കിറ്റ് പറഞ്ഞ് വോട്ട് ചോദിക്കുമ്പോൾ ഈ കേരളത്തിന് എത്രത്തോളം തരം താഴ്ത്തുന്നു? അതാണ് ഒന്നാമത്തെ പോയിന്റ്. അതും ഇത്രയും കാലം കേരളം ഭരിച്ചവരാണ് ഇങ്ങനെ പറയുന്നത്. ഈ നാടിനെ നന്നാക്കണവർക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ കേവലം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം മുന്നോട്ട് വയ്ക്കുന്നു. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ കിറ്റിലുള്ള സാധനങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റേതാണ്. അതിട്ടിട്ട് എന്തിനാ ഇങ്ങനെ PR വർക്ക് ചെയ്യണം? അടുത്ത് മൂന്നാമത്തെ പോയിന്റ്, ഈ കിറ്റിൻ്റെ പേരിലൊരു തട്ടിപ്പുണ്ട്. ഞാനത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ലാത്ത കാര്യം ഞാൻ ഈ ജനം TV അത് പറയാൻ പോകുന്നു. ഈ കറുത്ത കടല ഫെബ്രുവരിയിൽ 734 ഗ്രാമാണ് കിറ്റിലുണ്ടായിരുന്നത്. 1 കിലോ കൊടുക്കണമെന്നാണ്. അതിപ്പോൾ ഈ ഏപ്രിൽ 2021 അത് 485 ഗ്രാമായിട്ട് കുറച്ചിട്ടുണ്ട്. അതായത് ഒരു മാസം കഴിയുമ്പോൾ ഫെബ്രുവരിയിൽ 734 ഗ്രാം. ഷുഗർ ഇപ്പോൾ 1 കിലോ കൊടുക്കേണ്ടത് 953 ഗ്രാം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഓരോന്നിൻ്റെ ഇതും പറഞ്ഞിട്ട്, അതായത് ഒരു റേഷൻ കാർഡിൽ
ഇത്തരത്തിൽ കിറ്റ് വഴി കൊടുക്കുമ്പോൾ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് 15 രൂപ ഈ അതിൻ്റെ എന്താ പറയുക ഇത് കുറച്ച് വെയിറ്റ് കുറച്ചിട്ട് 15 രൂപ ഒരു റേഷൻ കാർഡിൽ നിന്ന് തട്ടിപ്പ് നടത്തുന്നുണ്ട്. പട്ടിണിക്കാരൻ്റെ പേരിലാണ് കിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന സർക്കാർ എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട അളവിലുള്ള ധാന്യമല്ല കൊടുക്കുന്നത്. 89,80,714 റേഷൻ ഇതാണ് റേഷൻ കാർഡുകളിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുപ്രകാരം 15 രൂപ വെച്ച് 89 ലക്ഷം എന്നെടുത്താൽ ഒരു മാസം 13.35 കോടി രൂപ ഇതിൽ നിന്ന് തട്ടിപ്പ് നടത്തുകയാണ്. ഈ കിറ്റ് കൊടുക്കുന്നതിൻ്റെ പേരിൽ ഈ സർക്കാർ ഒരു മാസം 13.35 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തുകയാണ്. തീർന്നില്ല. ഇത് കഴിഞ്ഞ ഏപ്രിൽ 2020 മുതലാണ് കൊടുത്തു കൊടുക്കുന്നത്. ഇപ്പോൾ 13ാമത്തെ മാസമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 13 മാസത്തിനുള്ളിൽ ഈ അനുപാതത്തിലുള്ള തട്ടിപ്പ് പ്രകാരം 173.55 കോടി രൂപയുടെ തട്ടിപ്പ് ഈ പട്ടിണി പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയതിൻ്റെ ഫലമായിട്ട് പിണറായി വിജയൻ എടുത്തിട്ടുണ്ട്. ഈ സർക്കാർ തട്ടിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കിറ്റ് എന്ന് പറയുന്നത് വോട്ട് പിടിക്കാനുള്ള ഒരു സാധനമായിട്ട് മാറ്റുക മാത്രമല്ല, അതായത് ഒരു കിറ്റിലാണോ ഈ 15 രൂപയുടെ ഒരു റേഷൻ കാർഡിൽ ഒരു പ്രാവശ്യം കൊടുക്കുന്ന സാധനത്തിന്റെ ആ കിറ്റിൽ 15 രൂപയുടെ വ്യത്യാസം. അത് ഇതിന്റെ 15 രൂപ വില വരുന്ന ധാന്യത്തിന്റെ കുറവതിലുണ്ട്. മാത്രമല്ല ഇത് കമ്മീഷൻ വേറെയാണ്. കമ്മീഷനും ഇതിന്റെ പിന്നിൽ വേറെ കുറെ കളിയുണ്ട്. ആ കണക്ക് ഞാൻ എടുത്തിട്ടില്ല. ഇത് അതിലുള്ള ധാന്യത്തിന്റെ കുറവ് മാത്രം വെച്ച് ഈ സർക്കാർ അതിൻ്റെ പേരിൽ വെട്ടിപ്പ് നടത്തുന്നത് ഒരു റേഷൻ കാർഡിൽ നിന്ന് 15 രൂപ വെച്ച് 89 ലക്ഷം റേഷൻ കാർഡിൽ നിന്ന് ഏകദേശം 13 കോടി രൂപ ഒരു മാസം, അങ്ങനെ 13 മാസമായിട്ട് 173.55 കോടി രൂപയുടെ തട്ടിപ്പ് ഈ കിറ്റിൻ്റെ പേരിൽ നടത്തുന്ന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. ശ്രീ KM ഷാജഹാൻ, സർക്കാർ കിറ്റ് നൽകിയില്ലെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കാനാകാത്ത ഒരവസ്ഥ കേരളത്തിലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇതിനിടയിൽ ഇടതുപക്ഷം ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ പ്രളയ ഫണ്ട് തട്ടിപ്പ് നേരത്തെ പുറത്തു വന്നതാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് എസ് സുരേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു റേഷൻ കാർഡിൽ 15 രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ഇവിടെ കണക്ക് നിരത്തി പറഞ്ഞു 13 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ്. ഇത് സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ അതോ ഉദ്യോഗസ്ഥരുടെ കളിയാണോ? സുരേഷ്, ഇപ്പോൾ സുരേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ധാന്യത്തിൻ്റെ അളവിലുണ്ടായിട്ടുള്ള കുറവിലെ ഇതാണ്. ഞാനതുമായി ബന്ധപ്പെട്ടൊരു അഴിമതി പുറത്തു കൊണ്ടുവന്നിരുന്നു. അതായത് ഞാനൊരു ദിവസം ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഭാര്യ ഈ കിറ്റിൽ കിട്ടിയ ഒരു മാസ്ക് എന്നെ എടുത്ത് കാണിച്ചു. ആ മാസ്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ അതൊരു ചെറിയ കഷ്ണം ഒരു കീറത്തുണി അല്ലെങ്കിൽ ഒരു പീറത്തുണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും നിലവാരം കുറഞ്ഞൊരു തുണി. ആ തുണി എടുത്തിട്ട് ആ തുണിയുടെ 2 സൈഡിൽ ഏറ്റവും വില കുറഞ്ഞ 2 എലാസ്റ്റിക്. അപ്പോൾ അത് നോക്കുമ്പം അന്ന് പറഞ്ഞ പോലെ അത് മനുഷ്യനല്ലാതെ വല്ല ഒരു പട്ടിക്ക് പൂച്ചയ്ക്കൊക്കെ വേണമെങ്കിൽ ഇടാം എന്നുള്ള നിലയിലുള്ളൊരു സാധനം. അതിനകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണാം, നിങ്ങൾക്ക് എന്നെ കാണാം. ഈ നിലയിലുള്ളൊരു മാസ്കാണ്. അപ്പോൾ എന്നോട് ഭാര്യ പറഞ്ഞത് ഭയങ്കര അഴിമതിയാണ് എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ 2 മാസ്കാണ് ഒരു കിറ്റിൽ പിണറായി നമുക്ക് തരുന്നത്. 2 മാസ്ക്. അപ്പോൾ അതിൻ്റെ വില ചോദിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയി. അതിൻ്റെ വില എത്രയാണെന്നറിയോ? ഒരു മാസ്കിന് 12 രൂപയാണ്. 2 മാസ്ക് കൊണ്ട് 24 രൂപ. അപ്പോൾ അതിൻ്റെ ഉൽപ്പാദന ചിലവ് എത്രയാണെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരു മാസ്കിന് ചിലവാകുന്നത് 2 രൂപയാണ്. കാരണം ഈ പറഞ്ഞ പോലെ 87-89 ലക്ഷം പേർക്കാണല്ലോ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ 2 മാസ്കിന് ചിലവ് 2 രൂപ. 2 മാസ്ക് കിറ്റിലിട്ട് തരുമ്പോൾ ചിലവ് 24 രൂപ. അപ്പം 2 മാസ്കിൽ നിന്ന് മാത്രം ഒരു കിറ്റിൽ കിട്ടുന്നത് 20 രൂപ. അത് പിന്നെ സുരേഷ് പറഞ്ഞതുപോലെ ഈ 20 ഗുണം 87 എന്ന് വരുമ്പോൾ അതൊരു 16-17 കോടി രൂപ വരും. ഈ 17-നെ ഈ 13 മാസം കൊണ്ടൊന്ന് ഗുണിച്ചാൽ അത് ഏതാണ്ട് ഒരു 200 കോടി രൂപയുടെ സാധനം വരും. ഈ 200 കോടി രൂപയുടെ അഴിമതി ഈ സുരേഷ് പറഞ്ഞ 170 കോടി രൂപയുടെ അഴിമതി എന്നും പറയുമ്പോൾ മൊത്തത്തിൽ 373 കോടി രൂപയുടെ അഴിമതി ഇത് 2ഉം കൊണ്ട് മാത്രം വരുന്നു. ഇതിന് പുറമെയാണ് സുരേഷ് പറഞ്ഞ ഇതിലുള്ള പിന്നെ കമ്മീഷൻ. ഉദാഹരണത്തിന് കടല 700 ചില്ലാനം ഉണ്ടായിരുന്ന കുറഞ്ഞതായിട്ട് പറഞ്ഞു. ഞാൻ കടലയുടെ വെയിറ്റ് നോക്കിയപ്പോൾ 500 ചില്ലാനം ഗ്രാമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ചില കിറ്റിൽ വീണ്ടും കുറവുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്
അതെടുത്ത് നോക്കിയപ്പോൾ അത് കടലയാണെന്ന് മനസ്സിലാവണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ട്. എന്തോ ചുക്കിച്ചുളുങ്ങി എന്തോ ഒക്കെ ഒരു വാരി. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഞാൻ ഇപ്പോൾ കോഴിക്ക് കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ കോഴിക്ക് കൊടുത്തപ്പോൾ കോഴിയുടെ പോലും ഈ കൊക്കിന് പരിക്കേൽക്കുകയാണ് ഇതിൽ കൊത്തിയിട്ട്. അത്രയ്ക്ക് നിലവാരം കുറഞ്ഞ, അപ്പം നിലവാര തകർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികൾ വേറെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-500 കോടി രൂപയുടെ അഴിമതി ഈ കിറ്റിന് പുറകിൽ നടത്തിയിരിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? വലിയൊരു മഹാമാരിയുടെ ഭാഗമായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു. ആ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന കിറ്റിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ 10-500 കോടി രൂപയുടെ അഴിമതി ഒരു ഭാഗത്ത് നടത്തുകയും മറുഭാഗത്ത് നമ്മളോട് എന്താ പറയുന്നത്? ഞങ്ങൾ കിറ്റ് കൊടുത്തു, വോട്ട് തരാൻ ആണ് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതിനകത്ത് ഇപ്പം സുരേഷ് പറഞ്ഞൊരു പോയിൻ്റുണ്ട്, കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത്. അതിനോട് ചേർത്ത് ഞാൻ വേറൊരു പോയിന്റ് പറയാം. 2013 അന്നത്തെ UPA സർക്കാർ പാസ്സാക്കിയിട്ടുള്ള ഒരു ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഉണ്ട്, ഒരു ഭക്ഷ്യസുരക്ഷാ നിയമം. അത് 2013 പാസ്സാക്കിയത്. അതിനകത്ത് പറയുന്നുണ്ട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അരി, എണ്ണ, പയറുവർഗ്ഗങ്ങൾ ഇതെല്ലാം കൊടുക്കണം എന്നതിനകത്ത് പറയുന്നുണ്ട്. അത് പ്രകാരമാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ? അപ്പോൾ ഇതാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞുകൂടെ? അവരാണ് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത്. ഏത് എല്ലാവർക്കും ഭരണഘടനാപരമായി തന്നെ റേഷൻ കിട്ടാൻ അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നിയമം അവരാണല്ലോ കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞുകൂടെ? ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ അർഹരായവർക്ക് റേഷൻ കൊടുക്കാനുള്ള നിയമം ഞങ്ങളാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരുന്നത്. ഇതിനകത്തൊരു അടിസ്ഥാന പ്രശ്നം എന്നറിയോ സുബീഷ്? അടിസ്ഥാന പ്രശ്നം വെച്ചാൽ ഇതൊക്കെ ഭരണഘടനാ അവകാശമല്ലേ ജനങ്ങളുടെ? കോവിഡ് വരുമ്പോൾ ജനങ്ങൾ പട്ടിണി കിടക്കും. സ്വാഭാവികമായും അത് ഏത് ഗവൺമെൻറ് അധികാരത്തിലിരുന്നാലും അത് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു ഭരണഘടനാ പരമായി ജനങ്ങളുടെ അവകാശമല്ലേ? ആ ഭരണഘടനാ അവകാശം പാലിച്ചിട്ട് അതിന് വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും നാണം കെട്ടൊരു സമീപനമല്ലേ? ഇടതുപക്ഷം അങ്ങനെയാണോ ചോദിക്കേണ്ടത്? ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യെച്ചൂരിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. എന്താണ് പ്രസ്താവന എന്നറിയാമോ? സൗജന്യമായി കോവിഡ് വാക്സിൻ കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം, മോഡിക്കെതിരായിട്ടുള്ള വിമർശനമാണ്. അത് പറഞ്ഞവർ തന്നെ ഇവിടെ പിന്നെ ഇലക്ഷൻ വരുമ്പോൾ എന്ത് പറയും? ഞങ്ങൾ കിറ്റ് തന്നു, ഞങ്ങൾ 2 മാസത്തെ പെൻഷൻ തന്നു. പെൻഷൻ തന്നെ എന്താ ചെയ്യുന്നതെന്നറിയോ? മുൻകൂട്ടി പെൻഷൻ കൊടുക്കുന്നത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ പെൻഷൻ കൊടുക്കുമ്പം കുടിശ്ശിക തീർത്ത് കൊടുക്കാം, ഇത് മുൻകൂട്ടി പെൻഷൻ കൊടുക്കുന്നു. പുസ്തകം, പിള്ളേർക്ക് പുസ്തകം കൊടുക്കുകയാണ്. കഴിഞ്ഞ 4 വർഷക്കാലവും പിന്നെ അധ്യയന വർഷം തുടങ്ങി 2-3 മാസം കഴിഞ്ഞിട്ടാണ് പുസ്തകം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പിള്ളേർക്ക് പുസ്തകം, അരി. അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ആത്മാഭിമാനികളായിട്ടുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ഇതൊന്നും ജനം അനുവദിക്കില്ല എന്നുള്ളത് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലായിക്കോളും. അഡ്വക്കേറ്റ് എസ് സുരേഷ് പറയുന്നത്, സുരേഷ് BJPയുടെ മുന്നണി പോരാളികളിൽ ഒരാളാണ്. തിരുവനന്തപുരം ജില്ലയുടെ മുൻ അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുമതലയുള്ള പ്രധാനികളിൽ ഒരാളാണ്. പക്ഷേ KM ഷാജഹാനെ പോലെയുള്ള ഒരാൾ ഇത് പറയുമ്പോൾ, അങ്ങ് VSൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്നു, മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുമ്പോൾ അതുകൊണ്ടാണോ ഈ എതിർപ്പ്? ഇപ്പോൾ പിണറായി വിജയന് ശ്രീ KM ഷാജഹാനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നാണ്, തിരിച്ചും അങ്ങനെയാണ് എന്നാണ് നാട്ടിൽ സംസാരം. അങ്ങനെ വ്യക്തിപരമായ ഒരു വിരോധം നിങ്ങൾക്കിടയിലുണ്ടോ? ഇല്ല സുബീഷ്, ഞാൻ പറയട്ടെ. ഞാൻ 2001-2006 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ കൂടെയായിരുന്നു. 2006 എന്നെ പാർട്ടി പുറത്താക്കി. അതിനുശേഷം സ്വതന്ത്രമായി നിന്ന് കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ സമരം ചെയ്യുകയാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്കൊരു രാഷ്ട്രീയ നേതാവിനോടും വ്യക്തിപരമായൊരു വിരോധം ഇന്നേ വരെ തോന്നിയിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. നമുക്കെല്ലാവർക്കും അറിയാം, 2017 എന്നെ ഉൾപ്പെടെ 4 പേരെ 8 ദിവസം ജയിലിലിട്ടത്. ആ ജയിലിട്ടത് എന്തിനാണെന്ന് പിണറായി വിജയനും അറിയില്ല, എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. അവിടെ കൊണ്ട് ജയിലിലിട്ടു, ജാമ്യം പോലും തന്നില്ല. ആ സംഭവം നടന്നിട്ട് വർഷം 3-4 കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് എൻ്റെ ഭാര്യ ചോദിക്കുന്നത്, നിങ്ങൾ വലിയ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യാനുള്ളൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ കോടതിയിൽ പോകാഞ്ഞത്? എന്നെ ജയിലിലിട്ടത് ഇല്ലീഗൽ ഡിറ്റൻഷനാണ്. എന്നെ ജയിലിലിട്ട് സ്വാഭാവികമായി ഞാനതിനെതിരെ കോടതി പോകണ്ടേ? അപ്പോൾ നിങ്ങൾ കോടതി പോലും പോയിട്ടില്ലോ. അപ്പോൾ പിണറായി വിജയനോട് വ്യക്തിവിരോധമായിരുന്നുവെങ്കിൽ എന്നെ ജയിലിലിട്ടതിനെതിരെ ഞാൻ കോടതി പോകണ്ടായിരുന്നോ? ഞാൻ കോടതി പോലും പോയിട്ടില്ല. അപ്പം പോരാട്ടം എന്ന് പറഞ്ഞാൽ നയപരമാണ്. 2001-2006 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ കൂടെ ഒന്ന് പോരാടിയത് പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടാണ്. 2006 പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം VS അച്യുതാനന്ദനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഘട്ടത്തിൽ വിമർശിച്ചിട്ടുള്ളത്. ആ VS അച്യുതാനന്ദൻ്റെ കൂടെ 5 വർഷം നിങ്ങൾ പറഞ്ഞ പോലെ മനസാക്ഷി സൂക്ഷിപ്പേർ അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഏറ്റവും അടുത്ത് നിന്നിട്ടും VS അച്യുതാനന്ദനെതിരായിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ
എന്താണ് പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? പോരാട്ടം മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആൾ തെറ്റായ നയങ്ങളും സമീപനങ്ങളും എടുക്കുമ്പോൾ അതിനെതിരായിട്ടാണ് പോരാട്ടം. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പോരാടി, അച്യുതാനന്ദനെതിരെ പോരാടി, പിണറായി വിജയനെതിരെ പോരാടി. ഇവർ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് നയവ്യതിയാനം നടത്തുമ്പോൾ അവർക്കെതിരെ പോരാടുകയാണ്. മനസ്സിലായോ? അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തല്ലായിരുന്നെങ്കിൽ പിണറായി വിജയനെതിരെ പോരാടില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ, ഫോർ ദാറ്റ് മാറ്റർ, ഒരു രാഷ്ട്രീയ നേതാവിനെതിരായിട്ടും വ്യക്തിപരമായി എനിക്ക് ഒന്നുമില്ല. അവരിയ്ക്കുന്ന സ്ഥാനം, ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അവർ നടത്തുന്ന നയവൈകല്യം, അതിനെതിരായിട്ടുള്ള പോരാട്ടം മാത്രമേ ഞാൻ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ശ്രീ എസ് സുരേഷ്, അത് നയപരമായ ഒരു എതിർപ്പ് മാത്രമാണ് എന്ന് ഷാജഹാൻ പറയുന്നു. തിരിച്ചങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പക്ഷെ പിണറായി വിജയൻ്റെ ഒരു കഴിഞ്ഞ 5 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി, ഒരു ഭരണാധികാരി എന്ന നിലയിലല്ല, അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, നമ്മൾ പലപ്പോഴും പ്രയോഗിച്ചിട്ടുള്ള ഒരു ഭാഷ ധാർഷ്ട്യം എന്നാണ്. അപ്പോൾ അതിനോട് ഏത് രീതിയിൽ കേരളീയ സമൂഹം പ്രതികരിക്കും? അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പോലും പെരുമാറിയിട്ടുള്ള ആ ഒരു ഭാഷയും ശൈലിയും നമുക്കറിയാമല്ലോ, നമ്മളത് ആവർത്തിക്കേണ്ട കാര്യമില്ല. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഭരണാധികാരി, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അറിയാവുന്ന ഒരാൾ നാടിനെ നയിക്കണം എന്ന ഒരു ചിന്തയിലേക്ക് കേരളീയ സമൂഹം ഉണരുന്നുണ്ടോ? ഞങ്ങൾ ഈ ജനസഭയുമൊക്കെയായി പാലക്കാടൊക്കെ പോയപ്പോൾ, പാലക്കാട് ഈ ശ്രീധരനാണല്ലോ BJPയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ നാടിൻ്റെ എഞ്ചിനീയറിംഗ് വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളെ ജനം എങ്ങനെ കാണുന്നു, ആ ഒരു പോസിറ്റീവായ ഒരു അപ്രോച്ച് അവിടെ ജനങ്ങൾക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ കേരളീയ സമൂഹത്തിന് മൊത്തത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി വരുന്നുണ്ടോ? ശ്രീ സുബീഷ്, നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഗൗരവതലത്തിൽ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മാധ്യമം തന്നെ നടത്തിയ കോൺക്ലേവിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ളത്. ഒന്ന്, ഈ കേരളത്തിൽ നമ്മൾ സാക്ഷര കേരളമാണ്. എല്ലാവരും ഡിഗ്രിയും അതിന് മുകളിലും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് യുവാക്കൾ മുഴുവൻ. പക്ഷെ കേരളത്തിലെ മന്ത്രിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിച്ചപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞ മന്ത്രിമാരുള്ള സംസ്ഥാനം എൻ്റെ സംസ്ഥാനമാണ്. 36% മന്ത്രിമാർ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്തവരാണ്. ഈ കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വടക്കേ ഇന്ത്യയിൽ നിന്ന് ആരും വന്ന് ഇവിടെ ഒന്നും പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അത് ഉത്തർപ്രദേശിനെ നോക്കിയിട്ടാണ് പറഞ്ഞത്, യോഗി ആദിത്യനാഥ് വന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഉത്തർപ്രദേശിൽ അവിടുത്തെ മന്ത്രിമാർ, ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മന്ത്രിമാർ 86%. കേരളത്തിൽ അത് 64%. ഉത്തർപ്രദേശിൽ 8 മന്ത്രിമാർ ഡോക്ടറേറ്റ് ഉള്ളവരാണ്. കേരളത്തിൽ ഒന്ന് കയർവിരി ഡോക്ടറേറ്റ്, ഒന്ന് ഖുറാൻ ഡോക്ടറേറ്റ്, 2 ഡോക്ടറേറ്റ്. ഉത്തർപ്രദേശിലെ 8 മന്ത്രിമാർ ഡോക്ടറേറ്റ് ഉള്ളവരാണ്. ശ്രീ ഷാജഹാൻ പോലുള്ളവർ ഇതൊക്കെ കാര്യമായി ഗവേഷണം നടത്തേണ്ടതാണ്. ഇത് ഞാൻ ഒരു കമ്പാരിസൺ പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സൂചിക അതാണ്. കേരളത്തിൽ ജനങ്ങൾ സാക്ഷരരാകുമ്പോൾ ഭരണകൂടം നിരക്ഷരരാകുന്നു. അതാണ് ഒന്ന്. രണ്ടാമത്, ലോകത്തുള്ള പാർലമെൻറ്റേറിയന്മാരുടെ ആവറേജ് ഏജ് 53 ആണ്. ഇന്ത്യയിലെ പാർലമെൻറ്റേറിയന്മാരുടെ ആവറേജ് ഏജ് 54 ആണ്. ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിമാരുടെ ആവറേജ് ഏജ് 61 ആണ്. കേരളത്തിലെ മന്ത്രിമാരുടേത് 65 ആൻഡ് എബോവ്. ഇപ്പോഴും നവതിയും സപ്തതിയും കഴിഞ്ഞ ആൾക്കാരെ മുഖ്യമന്ത്രിമാരാക്കാൻ വേണ്ടിയാണ് കൊണ്ടുനടക്കുന്നത് കേരളം. എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ത്രിപുരയിൽ നടത്തിയ വിപ്ലവകുമാർ എന്ന് പറയുന്ന 44കാരനെ എന്തുകൊണ്ട് കേരളത്തിൽ പരീക്ഷിക്കാൻ പറ്റുമോ? ഈ കേരളത്തിലെ ഈ മുന്നണി സംവിധാനം കിടക്കുമ്പോൾ. മഹാരാഷ്ട്രയിൽ BJP പരീക്ഷിച്ച 40 കഴിഞ്ഞ നമ്മുടെ ഫട്നവിസ് ഈ കേരളത്തിൽ പരീക്ഷിക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാളിനെ ഇന്ത്യയിൽ പരീക്ഷിച്ചില്ലേ? ഗുജറാത്തിൽ നരേന്ദ്രമോദിയെ പരീക്ഷിച്ച് വിജയിച്ചപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ പരീക്ഷിച്ചില്ലേ? അപ്പോൾ ഇങ്ങനെ വിപ്ലവകരമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കാൻ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിന് സാധിക്കാതെ വരുന്നു. ആരോഗ്യമന്ത്രിയെ നിശബ്ദയാക്കി അരികിലിരുത്തി നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ഓർമ്മയുണ്ട്. അതെ. അപ്പോൾ ഇവിടെ ഒരു വിഷയം, ഈ 2 വിഷയങ്ങൾ നമ്മൾ ഗൗരവത്തിൽ കേരളത്തിൽ കാണേണ്ട വിഷയമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഈ മുന്നണി സംവിധാനം അധപ്പതനമാണ്.
ഈ കേരളത്തെ ഒരു രീതിയിലും ദീർഘവീക്ഷണത്തോടുള്ള ഒരു മുന്നേറ്റവും കേരളത്തിൽ സാധ്യമല്ലാത്ത വിധത്തിൽ രാഷ്ട്രീയ അന്ധതയും അതോടൊപ്പം തന്നെ പ്രാകൃതമാർന്ന രാഷ്ട്രീയവും ഈ കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വശം. ഇവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കും കോൺഗ്രസിലേക്കും ഈ സ്വപ്നയും സരിതയും റഹിന ഫാത്തിമയും ബിന്ദു അമ്മിണിയൊക്കെ പോകുമ്പോൾ BJPയിലേക്ക് മെട്രോ ശ്രീധരനും ജേക്കബ് തോമസും വിജയൻ തോമസും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സമൂഹത്തിൽ ശ്രദ്ധേയരായിട്ടുള്ള, അത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ മുഴുവൻ വരുന്നത്, ഇത് ഭാവി കേരളത്തിൻ്റെ ഒരു സൂചികയാണ്. കാരണം പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും രംഗത്ത് ലോകശ്രദ്ധ ആകർഷിച്ച ആൾക്കാർ, അതോടൊപ്പം തന്നെ ഭാവിയെ ഒരു വിഷനറി ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് BJPയെ കേരളത്തിൽ കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ തലമുറയുടെ ഒരു മാറ്റമാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളം ആഗ്രഹിക്കേണ്ടത്, ഞാൻ ഒരു BJP എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു, ഇങ്ങോട്ടാണല്ലോ വരുന്നത്, പക്ഷേ ഒരു കേരളീയൻ എന്ന നിലയിൽ ഞാൻ ലജ്ജിക്കുകയാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ 60 വർഷമായി ഭരിച്ചവർക്ക് ഇത്തരത്തിൽ ഉള്ള ഒരു മനോഭാവം എവിടെ വച്ചാണ് നഷ്ടപ്പെട്ടത്? ഇവർക്ക് ഈ മനോഭാവം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ കേരളം ഇങ്ങനെ ദൈനംദിനം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന സർക്കാർ, ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്ന സർക്കാർ, ഒരാൾ കോവിഡ് ബാധിച്ച് ശ്വാസം കിട്ടാതെ കിടന്ന് നിലവിളിക്കുന്ന സമയത്ത് അവനെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ, വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന, പ്രളയം വന്ന് വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന സമയത്ത് അവനെ ചൂഷണം ചെയ്യുന്ന ഒരു സർക്കാർ. ഇതൊക്കെ ഈ ദുരന്തമല്ലേ? ഇത് സുനാമിയേക്കാൾ, പ്രളയത്തേക്കാൾ, കോവിഡിനേക്കാൾ മഹാദുരന്തമായി കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ഈ കേരളത്തിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു മാറ്റം, മെട്രോ ശ്രീധരൻ കാണിക്കുന്ന വഴിയിലേക്കുള്ളൊരു മാറ്റം കേരളത്തിനും ആവശ്യമാണ്. നരേന്ദ്രമോദി കാണിക്കുന്ന വഴിയിലേക്കുള്ളൊരു മാറ്റം കേരളത്തിന് ആവശ്യമാണ്. അതാണ് എൻ്റെ മുന്നണി രാഷ്ട്രീയത്തോടുള്ള ഒരു മടുപ്പ്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ആവർത്തിക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷം, ഐക്യജനാധിപത്യ മുന്നണി പിന്നീട് 5 വർഷം, അതിനോടുള്ള ഒരു മടുപ്പ് കേരളം ഏത് രീതിയിൽ രേഖപ്പെടുത്തുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും നാളെ ഈസ്റ്റർ ആണ്, ക്രിസ്തുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ്. മറ്റന്നാൾ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കേരളത്തിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ് ജനങ്ങൾ ഏത് രീതിയിൽ രേഖപ്പെടുത്തുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. രണ്ടുപേർക്കും നന്ദി, നമസ്കാരം. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള ഓൺലൈൻ പോൾ ഇനി വോട്ടെടുപ്പിന് ശേഷം. അതുവരേക്കും സംവാദങ്ങൾ തുടരും. നിങ്ങൾ കാത്തിരിക്കുക ചൊവ്വാഴ്ച വരേക്കും. ജനനായകന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്തേ. ജനനായകൻ.